അപ്പോൾ തിരുത്തുമെന്ന നിലവിൽ പാർട്ടിയും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏതൊക്കെ മേഖലകളിലായിരിക്കും പാർട്ടി തിരുത്തുക, ഏതൊക്കെ മേഖലകളിലാണ് തിരുത്തേണ്ടത്, എവിടെയൊക്കെയാണ് പാളിച്ച പറ്റിയത് എന്നുള്ളതിൽ ഒരു വിശദമായ കൂടിയാലോചനകൾ വരുന്ന നേതൃയോഗങ്ങളിൽ നടക്കാൻ പോകുന്നു. അതിനുള്ള ഒരുക്കങ്ങളിലേക്ക് പാർട്ടി കടക്കുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യം ഏതൊക്കെ ഭാഗങ്ങളിലാണ് തിരുത്തേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ കൂർലോസ് സച്ചൻ പറഞ്ഞതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തൊട്ടാകെ അലയടിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിനുള്ള കാരണം എന്താണ്? ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ CPM-ൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യണം? അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ പാർട്ടിക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഒരു തിരുത്താൻ പാർട്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ എവിടെ വെച്ച് തുടങ്ങണം, ഏതൊക്കെ ഭാഗങ്ങളിലൂടെ ആ തിരുത്തൽ പ്രോസസ്സിങ് പോവേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി സംസാരിക്കണം നമ്മൾ. ദാവൂദ് സാഹിബ്, അപ്പോൾ കഴിഞ്ഞ കുറിയും ഇതേപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും പാർട്ടി തോറ്റു. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടു. വീടാന്തരം കയറി ഇറങ്ങി വേണ്ട രീതിയിലുള്ള ഇടപെടലുകളൊക്കെ പാർട്ടി നടത്തുകയാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഏതൊക്കെ മേഖലകളിൽ തിരുത്തൽ കൊണ്ടുവരേണ്ടതുണ്ട്? അല്ല, CPM-ന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഒരു പ്രത്യേകത തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഫലത്തെ മുൻകൂട്ടി കാണാൻ ശേഷിയുള്ളൊരു പാർട്ടിയായിരുന്നത്. പക്ഷേ ആ ശേഷി ആ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കാര്യമാണ്. പല മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഒരുപാട് CPM-ൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ അവർ 101% സത്യസന്ധമായി വിജയപ്രതീക്ഷ വെച്ച് പുലർത്തിയ മണ്ഡലങ്ങളുണ്ട്. ഞാൻ വടകര എനിക്ക് വ്യക്തിപരമായ ഒരുപാട് അനുഭവമുണ്ട്. അത് 101% ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് അവരുടെ ഈ കളം മനസ്സിലാവുന്നില്ല. അത് CPM-ന് ഉണ്ടായിരുന്നൊരു ശേഷിയാണ്. നമ്മൾ മാധ്യമപ്രവർത്തകർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്ന ആരെയാണ്? CPM-ൻ്റെ സോഴ്സുകളായിരുന്നു. അതിന് ഒരു വിശകലനം നടത്താൻ വേണ്ടിയിട്ട് പോയി. ഇനി തോറ്റു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സൂക്ഷ്മമായ വിശകലനം നടത്തുക, അത് മറ്റൊരു പാർട്ടിക്കും ഇല്ലാത്ത വിധം CPM-ലുണ്ട്. നമ്മൾ എന്തുകൊണ്ട് തോറ്റു സഖാവേ എന്നതിന് മുമ്പ് കുമാരപിള്ള സഖാവ് മറുപടി പറയേണ്ടി വന്ന സാഹചര്യമാണ്. അതേമാതിരി അവർ വളരെ സയൻറ്റിഫിക്കായിട്ട് ഓരോ സ്ഥലത്തെയും വോട്ടുകൾ മറിഞ്ഞത്, എങ്ങോട്ട് മറിഞ്ഞു, എവിടുന്ന് വന്നു, എവിടുന്ന് പോയി, ഇതൊക്കെ വിശകലനം ചെയ്യാനുള്ളൊരു മെക്കാനിസം ഉള്ളൊരു പാർട്ടിയാണ്. അടുത്ത ആഴ്ച സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്, അവിടെ വിശകലനങ്ങളൊക്കെ നടക്കുമായിരിക്കും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ വിശകലനം CPM-ന് നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അറിയാം, നേരത്തെ അജിംസ് അതിൻ്റെ ചില ഭാഗങ്ങൾ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണഭൂതർ പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ നയങ്ങൾ അല്ലെങ്കിൽ നയമില്ലായ്കകൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതേക്കുറിച്ച് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലോ സ്റ്റേറ്റ് കമ്മിറ്റിയിലോ സത്യസന്ധമായ ഒരു ചർച്ച നടക്കുമെന്ന് സൈഫ് പ്രതീക്ഷിക്കുന്നുണ്ട്. തുറന്നൊരു ചർച്ച നടക്കുമെന്ന് സൈഫ് പ്രതീക്ഷിക്കുന്നുണ്ട്. പോട്ടെ, പാർട്ടി കമ്മിറ്റി, പാർട്ടി സെക്രട്ടറി അല്ല സഖാവേ ഇങ്ങനെ ആയാൽ പ്രയാസമാവുമല്ലോ എന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കും എന്ന് സൈഫ് വിചാരിക്കുന്നുണ്ട്. അതില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പരാജയത്തിൻ്റെ കാരണങ്ങൾ ഗീവർഗീസ് മാർ കൂറിലോസിൻ്റെ കുറിപ്പിൽ പറഞ്ഞ കുറേ കാരണങ്ങളുണ്ടല്ലോ. അത് തന്നെയാണ് കാരണങ്ങൾ. അടിസ്ഥാനപരം ഒരു വിഷയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ഒരു എഡ്ജ് കൊടുക്കുക എന്നുള്ളത് പരമ്പരാഗതമായിട്ടുള്ളതാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ആയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതേ ടാലി LDF-നുണ്ടായ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഓർക്കണം. മഞ്ചേരി അടക്കം മറഞ്ഞ കാലം. അപ്പോൾ ഇവിടെ എന്താണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയം? മോഡിയെ മറിച്ചിടുന്നതിൽ നരേന്ദ്രമോദിയെ മറിച്ചിടുന്നതിൽ പ്രധാന മുന്നണി ഇന്ത്യ മുന്നണിയാണ്. ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷി, പ്രിൻസിപ്പൽ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ഉള്ളപ്പോൾ എന്തിനും CPM-നെന്ന് സാധാരണഗതിയിൽ ജനങ്ങൾക്ക് ആലോചിക്കാം. അതൊരു ഘടകം തന്നെയാണ്, അത് ഇല്ല എന്ന് പറയേണ്ട. പക്ഷേ അങ്ങനെ ആകുമ്പോഴും ഇത്ര വലിയ പരാജയം CPM ഏറ്റുവാങ്ങേണ്ടിയിരുന്നില്ല മുൻ അനുഭവങ്ങളോട് വെച്ച്. പിന്നെന്തൊക്കെയാണ് കാരണങ്ങളെന്ന് ചോദിച്ചാൽ, അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന പിണറായി വിജയനിലേക്കും കേരള ഭരണത്തിലേക്കും എത്തുക. അത് നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്, ഈ പോലീസ് നയം എന്ന് പറയുന്നത്. കേരള പോലീസിൻ്റെ നയം, ഈ നമുക്ക് ന്യൂനപക്ഷ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടെ UDF-ലേക്ക് പോയി നമ്മൾ കാണുന്നു. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള മലബാറിലെ മണ്ഡലങ്ങളിൽ
പാലക്കാട് ഒഴികെ എല്ലായിടത്തും 1,00,000 മേലെയാണ് ഭൂരിപക്ഷം. ഈ പറഞ്ഞ കാസർഗോഡ് അടക്കം. കാസർഗോഡ് പാർട്ടി ഇതിൽ നോക്കുകയാണെങ്കിൽ അതൊരു LDF മണ്ഡലമാണ്. അപ്പോൾ ധർമ്മടത്തടക്കം കാസർഗോഡ് മുതൽ പാലക്കാട് 75,000 ആണ്. അപ്പോൾ പാലക്കാട് നോക്കണം, കോൺഗ്രസിൻ്റെ ഏറ്റവും വീക്കായ പ്രവർത്തനം, ഇലക്ഷൻ പ്രവർത്തനം നടന്ന ഒരു മണ്ഡലമാണ്. 1,00,000-ലധികം വോട്ട് പോയി. എന്താ കാരണം? മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടെ പോയിട്ടുണ്ട്. അതായത് CAക്ക് വേണ്ടി മെഴുകുതിരി കൈപിടിച്ച് പൊള്ളിയ സഖാക്കളുള്ള പാർട്ടിയാണ് CPM. പലസ്തീന് വേണ്ടി റാലികൾ നടത്തിയ പാർട്ടിയാണ്. എന്തുകൊണ്ടാണ്? പോലീസ് നയത്തോടുള്ള മുസ്ലിം സമൂഹത്തിലുള്ള അമർഷം, അത് മനസ്സിലാക്കുവാനുള്ളൊരു ആൻറ്റിന പോലും CPM-ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. അങ്ങേയറ്റത്തെ അമർഷം കേരള പോലീസിൻ്റെ സമീപനവുമായി ബന്ധപ്പെട്ട് കട്ടിങ് അക്രോസ് ഓർഗനൈസേഷൻസ്, മുസ്ലിം സംഘടനകൾക്കിടയിലുണ്ട്, മുസ്ലിം ജനസാമാന്യത്തിലുണ്ട്. അതിന് ഉത്തരവാദി ആരാണ്? പോലീസ് മന്ത്രി ആരാണ്? അതേപോലെ ഈ പറയുന്ന വലതുപക്ഷ വിദ്വേഷ ഗ്രൂപ്പുകളെ അഴിഞ്ഞാടാൻ വിട്ടത് ആരാണ്? അവരെ തൊടാതെ, അവർക്കെതിരെ ഒരു നടപടി എടുക്കാതെ രാഷ്ട്രീയം പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരെ പിന്നാലെ കൂടി വേട്ടയാടുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് മറുപടി അതിന് ഉത്തരവാദി പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ ആണ് ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത്. അതേക്കുറിച്ച് ആരെങ്കിലും പറയുമോ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ സഖാവിൻ്റെ വകുപ്പാണ് നമ്മുടെ വോട്ട് ചോർത്തിയതെന്ന്? പറയില്ല. പിന്നെ ഉള്ളത് എന്താണ്? പിന്നെ ഈ പറഞ്ഞ വീണ വിജയനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. അത് ആരോപണം ശരിയോ തെറ്റോ നമുക്കറിയില്ല. പക്ഷേ അതേക്കുറിച്ച് വ്യക്തമായി സംസാരിക്കുന്നില്ല ആരും. പാർട്ടി പറയുന്നു പാർട്ടിയുമായി ബന്ധമില്ല, എന്നാലോ ന്യായീകരിക്കുന്ന മുഴുവൻ പാർട്ടിയാണ്. ഈ പറയുന്ന വീണ വിജയൻ അവരിതേക്കുറിച്ചൊരു വാക്ക് പറഞ്ഞോ? ഒരു വാക്ക് ഇതിൽ ഉരിയാടിയില്ല. ഇത് മാത്രമല്ല, നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മാതൃക എവിടെ ഉണ്ട്? കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെതിരെ ആരോപണം വന്നപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം പദവിയിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ അജിംസ് പറഞ്ഞില്ലേ കോർ പാർട്ടി വോട്ടുകൾ പോയിന്ന്. കോർ പാർട്ടി വോട്ടുകൾ പോയതിൻ്റെ കാരണം അത് തന്നെയാണ്. എന്താണ് ഞങ്ങളുടെ നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അജിംസ് പറഞ്ഞ ആ വോയിസ് ക്ലിപ്പിൽ ആവർത്തിച്ച് അദ്ദേഹം ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, കളക്ടർമാരുമായിട്ടുള്ള കുറേ നേതാക്കന്മാർ എന്നാണത്. കളക്ടർമാരുമായിട്ടുള്ള നേതാക്കന്മാർ എന്ന് ആണ്. അപ്പോൾ ഈ നിലക്ക് പാർട്ടി വോട്ടുകൾ പോകുന്നുണ്ട്. പിന്നെയുള്ള ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന സംഗതി, പിന്നെ ഈ പെൻഷൻ്റെയും ശമ്പളത്തിൻ്റെയും കാര്യത്തിൽ ആ വോയിസിൽ അയാൾ പറയുന്ന കാര്യമുണ്ട്, തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാതെ, തൊഴിലാളികൾക്ക് ശമ്പളം CPM ഭരിക്കുമ്പോൾ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ യഥാർത്ഥത്തിൽ CPM ഇത് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ എവിടേക്കാണ് പോകുന്നത്? പിണറായി വിജയനിലേക്കാണ്. അത് വിശകലനം ചെയ്യാൻ പറ്റില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുള്ള പാർട്ടി ബുദ്ധിജീവികൾ, ഇപ്പോൾ ഞാനിന്ന് ഒരു ഫേസ്ബുക്കിലൊരു കുറിപ്പ് കണ്ടത്. ആ കുറിപ്പിട്ടിരിക്കുന്നത് ഒരു സാധാരണ സഖാവല്ല, ഈ നാടക പ്രവർത്തകനും ഈ പുരോഗമന കലാ സാഹിത്യ സംഘമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സഖാവാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ഒരാളുടെ വളരെ അടുത്ത ബന്ധുവാണ്. അയാൾ എഴുതിയിരിക്കുന്നത് CPM-ൻ്റെ അമിതമായ ന്യൂനപക്ഷ പ്രേമം പാർട്ടിയെ പരാജയപ്പെടുത്തി. ഇനിയെങ്കിലും നിർത്തിയില്ലെങ്കിൽ ഇനിയും പരാജയപ്പെടും. ഭൂരിപക്ഷ ഹിന്ദു വോട്ടർമാരുടെ എതിർപ്പും ന്യൂനപക്ഷ ഏകീകരണവും പാർട്ടിക്ക് വിനയായി. കോൺഗ്രസ് ഒരു പ്രാവശ്യം ബില്ലിനെതിരെ പറഞ്ഞപ്പോൾ, ബില്ലെന്ന് വെച്ചാൽ CA ആണ് ഉദ്ദേശിക്കുന്നത്, ബില്ലിനെതിരെ പറഞ്ഞപ്പോൾ CPM 10 പ്രാവശ്യം പറഞ്ഞു. ഇനി കേരളം മാറി മറിയും. ഇത് CPM-ന് വേണ്ടി നാടക പ്രവർത്തനമൊക്കെ ആയിട്ട് പോകുന്ന ഒരു പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തനം ഒരു പാർട്ടി ഗ്രാമത്തിലുള്ള ഉയർന്ന ഒരു പാർട്ടി നേതാവിൻ്റെ അടുത്ത ബന്ധു എഴുതിയിരിക്കുകയാണ്. ഈ നിലയിലാണ് ഇവരുടെ തിങ്കിങ് പോകുന്നത്. ഈ തിങ്കിങ്ങിൻ്റെ അപകടം ഒന്ന് ആലോചിച്ച് നോക്കൂ. പാർട്ടിയുടെ അടിസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ ദുർബലപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ഓക്കെ, ന്യൂനപക്ഷ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ കിട്ടിയിട്ടില്ല എന്നൊരു വസ്തുതയാണ്. ഈ CAA-യും പലസ്തീനും ഉയർത്തിയത് കൊണ്ട് അവർക്ക് കിട്ടേണ്ട വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് CPM-ൻ്റെ രാഷ്ട്രീയ പരാജയമാണ്. എന്തുകൊണ്ട് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തില്ല എന്നുള്ളത് അത് വേറെ വിശകലനം ചെയ്യും. ആ വിശകലനം ഞാൻ നേരത്തെ പറഞ്ഞ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പ്രധാനമായിട്ടും എത്തുക. എന്ന് പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ പരാജയപ്പെട്ടു എന്നുള്ളതല്ല പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. പരാജയത്തെ വിശകലനം ചെയ്യാൻ അവർക്ക് അതിൽ അവർ നിസ്സഹായരാണെന്നുള്ളതാണ്. അജിംസ്, ഇതിലിപ്പോൾ പാർട്ടിയും ആഭ്യന്തരവും സർക്കാരും ഒക്കെ ഒന്നായ ഒരു കാലത്ത്, എന്ന് വെച്ചാൽ പിണറായി വിജയനെതിരെ ചെറുവിരലനങ്ങാത്തൊരു കാലത്ത് എവിടെയായിരിക്കും പാർട്ടി തിരുത്താൻ പോകുന്നത്? ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ, അതായത് മാർച്ച് 2-ാം വാരം, കേരളത്തിൽ ഒരു രാഷ്ട്രീയ പെർസെപ്ഷൻ നമുക്കറിയാമല്ലോ. നമ്മളെ സംബന്ധിച്ച് മനസ്സിലാവും എന്താണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൾസ് നമുക്ക് മനസ്സിലാവും.
ആ പൾസ് അനുസരിച്ച് LDFന് വളരെ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, മോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരും. കാരണം ഇന്ത്യ മുന്നേ വളരെ പ്രിമച്വറായിട്ടുള്ളൊരു സ്റ്റേജിലാണ്, വളരെ വൈകി രൂപീകരിക്കപ്പെട്ട ഒന്നാണ്. പിന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും അതിന് റീച്ച് കുറവാണ്. പലയിടങ്ങളിലും ഇന്ത്യ മുന്നണി കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നുണ്ട്. പിന്നെ മോദി ഇൻവിൻസിബിളായി തുടരുകയാണ്. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ട് എന്താണ്, കേരളത്തിൽ മോദി തന്നെ തുടരും എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ CPMന് LDFന് ഒരു എഡ്ജ് ഉണ്ടായിരുന്നു. കാരണം മോദി തന്നെയാണെങ്കിൽ മോദിയെ കുറേ കൂടി ഫലപ്രദമായി പാർലമെൻറ്റിൽ നേരിടാൻ കഴിവുള്ളവർ CPMൻ്റെയോ അല്ലെങ്കിൽ LDFൻ്റെയോ പാർലമെൻറ്റ് അംഗങ്ങളായിരിക്കും എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് എന്താണ്, ഒരു എഡ്ജ് കൂടുതൽ CPMനും LDFനും ഉണ്ടായിരുന്നു. മറ്റൊന്ന്, 2019 ഒരു ശബരിമല വേവോ അങ്ങനെയൊന്നുമില്ല. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു. രാഹുൽ ഗാന്ധിയുടെ പോലും ഭൂരിപക്ഷം കുറയാണ് ചെയ്തത്. അപ്പോൾ എന്താണ്, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്ന ഒരു വേവില്ല എന്ന് മാത്രമല്ല, CPMനെ സംബന്ധിച്ചൊരു 7-8 മണ്ഡലങ്ങളിലെങ്കിലും ജയിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പല സീറ്റുകളും തിരിച്ചു പിടിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ഫീല് നിലനിൽക്കുമ്പോഴാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ നരേന്ദ്രമോദിക്ക് തിരിച്ചടി കിട്ടുമെന്ന് ആദ്യത്തെ 2 ഘട്ടത്തിൽ നമുക്കറിയില്ലായിരുന്നു. കാരണം ആദ്യത്തെ 2 ഘട്ടം എന്ന് പറഞ്ഞാൽ, ഒന്ന് വെസ്റ്റേൺ UPയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, രണ്ടാമത്തെ ഘട്ടത്തിലാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഘട്ടം കഴിയുമ്പോഴാണ് ഇത് പോൾ പെർസെൻറ്റേജ് കുറയുന്നു, ആളുകളിൽ അസംതൃപ്തി ഉണ്ട് എന്നൊക്കെയുള്ള മോഡിയുടെ രാജസ്ഥാൻ പ്രസംഗമാണ് ഒരു നറേറ്റീവ് മാറുന്നത്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ വളരെ അനുകൂല സാഹചര്യം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ തന്നെ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അവിടെയാണ് CPMന് കോർ വോട്ട് ബാങ്ക് നഷ്ടമാവുന്നത്. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് അവരുടെ വോട്ട് ചോർന്നു പോകുന്നത്. അവിടെയാണ് പരിശോധിക്കേണ്ടത്. അതല്ലാതെ ഞാനിപ്പോൾ ഈ പറഞ്ഞ വിശകലനം ഉണ്ടല്ലോ, ഇപ്പോൾ സാമുദായം തിരിച്ചുള്ള വിശകലനത്തിലേക്കല്ല ഞാൻ പോകുന്നത്. എക്രോസ് ഓൾ കമ്മ്യൂണിറ്റീസ് പിണറായി വിജയനെതിരെ വോട്ട് ചെയ്തു, CPMനെതിരെ വോട്ട് ചെയ്തു, കോൺഗ്രസിന് വോട്ട് ചെയ്തു. അതാണ് സംഭവിച്ചത്. അതിൽ മുസ്ലിം വോട്ടുന്നോ ഇഴ വോട്ടുന്നോ ഒന്നും അല്ല ഞാൻ വേർതിരിക്കുന്നത്. ഓരോ സമുദായങ്ങളും ചിന്തിക്കാൻ വ്യത്യസ്ത കാരണങ്ങളുണ്ടാകും. പക്ഷേ എൻ്റെ കേരള എല്ലാ ജനങ്ങളും ഒരുപോലെ ചിന്തിച്ചു ഏറെക്കുറെ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വരുന്ന സോഷ്യൽ മീഡിയ വിശകലനങ്ങളുണ്ടല്ലോ, അതായത് ന്യൂനപക്ഷ പ്രീണനം അല്ലെങ്കിൽ മുസ്ലിം പ്രീണനം, പച്ചയ്ക്ക് പറഞ്ഞാൽ മുസ്ലിം പ്രീണനത്തിന് CPM ഇറങ്ങി പുറപ്പെട്ടതോടെ ഭൂരിപക്ഷ സമുദായം തിരിഞ്ഞു എന്നാണ് പറയുന്നത്. ആക്ച്വലി മുസ്ലിം പ്രീണനം നടത്തിയിട്ടുണ്ടോ CPM? എന്താണ് ഈ മുസ്ലിം പ്രീണനം എന്ന് ഉദ്ദേശിക്കുന്നത്? 2 കാര്യങ്ങളാണ്. ഒന്ന് CAA ആണ്, 2 ഫലസ്തീൻ വിഷയമാണ്. അത് പ്രീണനമല്ലല്ലോ. ഇപ്പോൾ ഈ 2 വിഷയങ്ങളും എന്താണ്, അത് രണ്ടും മുസ്ലിം പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് CPM തന്നെയാണ്. അതിനാണ് മുസ്ലിം പ്രശ്നമല്ല. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് CAക്കെതിരെ സമരം ചെയ്യരുത് എന്ന് CA പ്രൊട്ടസ്റ്റ് കാലത്ത് പറഞ്ഞത് CPM തന്നെയല്ലേ. മുസ്ലിം സംഘടനകളാരും എന്ത് ചെയ്യരുത്, ഇത് പ്രകടനം നടത്തരുത്, ഇത് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള സമരമാണ്, മുസ്ലിങ്ങൾ മാത്രം പ്രതികരിച്ചാൽ അതിനെ BJP അതിനെ വേറെ രീതിയിൽ വളച്ചൊടിച്ച് വർഗീയത വളർത്തും എന്നാണ് CPM പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊരു പരിധിവരെ ശരിയാണ്. എന്നിരിക്കെ ഈ CAക്ക് വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിന് എന്തിനാണ് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാകുന്നതിന്? രണ്ടാമത്തെ കാര്യം ഫലസ്തീൻ വിഷയമാണ്. ഫലസ്തീൻ വിഷയം ഒരു ഇൻ്റർനാഷണൽ ഒരു രാഷ്ട്രീയ പ്രശ്നമാണത്. ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു കൊളോണിയൽ നിലപാടിനെതിരെയുള്ള ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പൊസിഷനുള്ളവരുടെ ഒരു എതിർപ്പാണത്. അതിനെ പിന്തുണയ്ക്കുന്നത് എന്തിനാണ്? ഈ മറ്റുള്ളൊരു വർഗീയത തോന്നുകയും അല്ലെങ്കിൽ അവർക്ക് അത് വലിയ ഒഫൻഡഡ് ആവുകയും ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ ചിന്തിക്കാൻ CAക്ക് വേണ്ടി ഒരാൾ സംസാരിച്ചാൽ, ഫലസ്തീന് വേണ്ടി ഒരാൾ സംസാരിച്ചാൽ, മറ്റു ചില ആളുകൾ അതിനെ വർഗീയതയായിട്ട് കണക്കാക്കുന്ന ഒരു പശ്ചാത്തലം കേരളത്തിലുണ്ട്. ആ പശ്ചാത്തലം CPM മനസ്സിലാക്കിയില്ല, പിന്നെ ആരാണ് മനസ്സിലാക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം CAക്ക് വേണ്ടി കോഴിക്കോട് സെമിനാർ നടത്തുന്നു. ആലപ്പുഴയിലോ ആറ്റിങ്ങലിലോ ഉള്ള ഒരു ഈഴവ സമുദായാംഗം CPMന് വോട്ട് ചെയ്യുന്ന ഒരാൾ എന്താണ് ചിന്തിക്കുന്നത്? എന്തിനാണ് ഇപ്പോൾ അവരവിടെ കൊണ്ട് സെമിനാർ വയ്ക്കുന്നത്? അങ്ങനെ ചിന്തിക്കില്ലേ? സ്വാഭാവികമായിട്ട് ചിന്തിക്കും. ഇപ്പോൾ CAക്കെതിരെ വ്യക്തിപരമായി തന്നെ എതിർപ്പുള്ള ഒരു ഈഴവ സമുദായാംഗം ആറ്റിങ്ങലിലോ ആലപ്പുഴയിലുണ്ടെന്ന് കരുതുക. അയാൾ എന്താ വിചാരിക്കുന്നത്? എന്തിനാണ് നമ്മുടെ പാർട്ടി കോഴിക്കോട് കൊണ്ട് ഈ പരിപാടി? മലപ്പുറത്ത് എന്തിനാണ് ഭരണഘടനാ സംരക്ഷണ റാലി നടന്നത്? അന്ന് ഇവിടെ ഭരണഘടന സംരക്ഷിക്കേണ്ടത്? ഇത് ലോജിക്കലായിട്ടൊരു തിങ്കിങ് ആണ്. ഇവിടെയുള്ള പ്രശ്നം എന്താണ്? ഞാൻ എന്താ തന്നെ പറഞ്ഞാണ്, നെയ്യത്ത് ശരിയല്ല. ഉദ്ദേശശുദ്ധി എന്താണ്? CPM യഥാർത്ഥത്തിൽ CAക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് മുസ്ലിം വോട്ട് ലക്ഷ്യം വെച്ചാണ്. അങ്ങനെ ആളുകൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനാളുകൾ അങ്ങനെ തന്നെ എടുക്കുക. പല മനസ്സിലുണ്ടോ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ടാണ്. സമസ്ത ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം സമസ്ത പിണറായി വിജയനെ വിമർശിച്ചിട്ടുണ്ട്, സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട്. സമസ്തയ്ക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഗീവർഗീസ് മാർ കൂർലോസ് പറഞ്ഞതിനെതിരെ പറഞ്ഞു. എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നവരുണ്ട്. അതായത് ഇങ്ങനെ ആളുകൾ വർഗീയമായി ചിന്തിക്കാൻ ഉള്ളൊരു സാഹചര്യം ഈ കേരളത്തിലുണ്ട്. ആളുകൾ വർഗീയമായി ചിന്തിക്കാനുള്ള സാഹചര്യം കേരളത്തിലുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പാർട്ടി പഴയതുപോലെ ഈ പാർട്ടിയുടെ രാഷ്ട്രീയം, പാർട്ടി എന്തുകൊണ്ട് CAയെ എതിർക്കുന്നു, പാർട്ടി എന്തുകൊണ്ട് ഫലസ്തീനെ എതിർക്കുന്നു എന്നുള്ളത്
അക്രോസ് കേരള ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല. ജനങ്ങളെ എന്ന് ഞാൻ പറയാൻ ചില പാർട്ടി ക്ലാസ്സുകൾ നടത്തുന്നുണ്ടാവും, പാർട്ടി മെമ്പേഴ്സ് അത് കേൾക്കുന്നുണ്ടാവും, പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളെ പഠിപ്പിക്കുന്നില്ല. അത് പഠിപ്പിക്കണ്ടേ? അതാരെങ്കിലും അവരോട് പറയണ്ടേ? അതിൽ കൂടുതൽ, അതായത് പാർട്ടി എഡ്യൂക്കേഷൻ നൽകുന്നതിനേക്കാൾ കൂടുതൽ ഈ പാർട്ടി ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു ഈ കോവിഡിൻ്റെ കാലത്ത്. പി രാജീവൊക്കെ നടത്തുമായിരുന്നു. അതൊക്കെ ആൾക്കാർ കേട്ടാൽ ആൾക്കാർക്ക് മനസ്സിലാവണ്ടേ? പി രാജീവ് എന്താണ് പറയുന്നത് കേട്ടാൽ ആൾക്ക് മനസ്സിലാവണ്ടേ? അപ്പോൾ ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ പാർട്ടി ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ, അതായത് ദേശാഭിമാനി വായിച്ചോ, കൈരളി TV കണ്ടോ, പാർട്ടി നേതാക്കളുടെ പ്രസംഗം കേട്ടോ, ജനങ്ങൾ രാഷ്ട്രീയം പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ RSS പഠിപ്പിക്കുന്നുണ്ടെന്നേ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ആലപ്പുഴയിൽ എന്തുകൊണ്ട് തോറ്റു? ആലപ്പുഴയിൽ എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ കൂടുതൽ വോട്ട് പിടിച്ചു? AM ആരിഫ് പറഞ്ഞിട്ടുണ്ട് പാർട്ടി വോട്ടിലാണ് ഒഴിപ്പോയത് ശോഭാ സുരേന്ദ്രൻ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ SNDP എന്ന് പറഞ്ഞ സംഘടന സ്ട്രോങ് ആണ്. SNDPയുടെ മേൽക്കയിൽ തന്നെ RSSൻ്റെ പിന്തുണയോടുകൂടി രൂപീകരിച്ചൊരു പാർട്ടി അവർക്കുണ്ട്. ആ പാർട്ടിയുടെ നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ മകനാണ്. BDJS എന്ന് പറഞ്ഞ പാർട്ടിയുണ്ട്. അവിടെ SNDP എന്ന് പറയുന്ന സമുദായ സംഘടനയുടെ കീഴിൽ അവരുടെ അംഗങ്ങൾക്കിടയിലേക്ക് RSSന് വലിയ ആക്സസ് ഉണ്ട്. പാർട്ടിയുടെ ആക്സസ് കുറയുകയാണ്. SNDP എന്ന് പറയുന്ന സംഘടനയിൽ BJPക്കാർ കടന്നുകൂടി കഴിഞ്ഞിരിക്കുന്നു. അവർ അവർക്ക് ചെറിയ തോതിൽ SNDP ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വന്നതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം എന്ന് വെച്ചാൽ ഈഴവ സമുദായത്തെ ഒരു സമുദായമായി പരിവർത്തിപ്പിക്കുകയായിരുന്നു. വളരെ കുത്തഴിഞ്ഞ മീൻസ് ഒട്ടും ഒരു സുസംഘടിതമല്ലാത്തൊരു സമുദായ ഘടനയായിരുന്നു SNDPയുടെ കീഴിൽ ഈഴവർക്കുണ്ടായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളിക്ക് ശേഷം അതിനെ സുസംഘടിതമാക്കി എന്ന് മാത്രമല്ല മുൻപ് ഒരു സ്വതന്ത്ര നിലപാടോ അല്ലെങ്കിൽ ഒരു LDF ചായ്വോ പുലർത്തിയിരുന്ന SNDP ഇപ്പോൾ BJPയുമായിട്ട് ഒരു സമദൂര സിദ്ധാന്തം, NSS പറയുന്ന പോലെ സമദൂര സിദ്ധാന്തത്തിലേക്ക് പോയി. അവർക്ക് എല്ലാവരുമായിട്ട് ബന്ധമുണ്ട് എന്ന് മാത്രമല്ല BJP RSS പ്രവർത്തകർ വളരെ ശക്തമായി SNDPയിലേക്ക് നുഴഞ്ഞു കയറുകയും അവർ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നത് എന്താണ് എന്ന് തിരിച്ചറിയാൻ പോലും CPMന് കഴിയുന്നില്ല. ജനങ്ങൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ എന്താണ് പഠിക്കുന്നത്? കേരളത്തിൽ അതിശക്തമായ പ്രചാരണം, വർഗീയ പ്രചാരണം വാട്സപ്പ് വഴി നടക്കുന്നുണ്ട്. നമ്മുടെ പോലീസ് ഒരു ചുക്കും ചെയ്യില്ല എന്ന് മാത്രമല്ല എന്താണ് ഈ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പോലും കഴിയില്ല. വല്ലപ്പോഴും ഇത്തരം കണ്ടൻറ്റുകൾ പുറത്തു വരുമ്പോഴാണത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് നമ്മൾ പോലും അറിയാം. കേരളത്തിലെ റെസിഡൻസ് അസോസിയേഷനുകൾ, കേരളത്തിലെ ഉത്സവ കമ്മിറ്റികൾ, പള്ളി കമ്മിറ്റികൾ, മഹല്ല് കമ്മിറ്റികൾ എന്നുകൊണ്ട് സകലമാന വാട്സപ്പ് കൂട്ടായ്മകളിലും ഇത്തരത്തിലുള്ള വർഗീയ കണ്ടൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയ കണ്ടൻറ്റുകൾ പ്രചരിച്ചു വയ്ക്കുന്നുണ്ട്. ഇത് തിരിച്ചറിയാൻ സർക്കാരിനോ പാർട്ടിക്കോ ഒരു പാർട്ടികൾക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ മാത്രം പോളറൈസ് ചെയ്യപ്പെട്ട, ഇത്രമാത്രം വർഗീയവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ ഏതെങ്കിലും സമുദായത്തിനെ പിന്തുണയ്ക്കുന്ന തോന്നലുണ്ടാക്കുന്ന ഒരു നടപടി അല്ലെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ കൃത്യതയില്ലാത്തൊരു പരിപാടി വളരെ എളുപ്പത്തിൽ വർഗീയവൽക്കരിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ സമസ്ത വിമർശിച്ചപ്പോഴും കൂർലോസിനെ വിമർശിച്ചപ്പോഴും രണ്ട് രീതിയാണല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റിനെ പറ്റി പറയുകയാണ്. ഇതൊക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും ഏതെങ്കിലും ലേമൻ ചിന്തിക്കുന്നതല്ല, ഏതെങ്കിലും താഴെക്കടയിലുള്ള ഒരു വർക്കിംഗ് ക്ലാസ് ആൾ ചിന്തിക്കുന്നതല്ല. എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കാവുന്ന രീതിയിലേക്ക് കേരളം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് അപകടമാണ്. ഇതിലെ അപകടത്തിൻ്റെ ആദ്യത്തെ ഇര CPM ആയിരിക്കും.